കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. അമേരിക്കക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും ഒക്കെ കനത്ത തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടെ ഈ വ്യോമാക്രമണം നടത്തി ഇറാനിൽ ഒരു ഭരണ അട്ടിമറി നടത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ട്രംപ് കരയുദ്ധം നടത്തിയാലോ എന്നൊക്കെ ചിന്തിച്ചിരുന്നു. ഇസ്രായേലിന് അതിന് വലിയ താല്പര്യവും ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഒക്കെ യുദ്ധം ചെയ്താൽ മതി, ആരെങ്കിലുമായി അവർക്ക് യുദ്ധം ചെയ്തേ മതിയാകൂ. ഇറാനാണെങ്കിൽ ഇറാൻ. എന്തായാലും അത്തരത്തിൽ ഈ കരയുദ്ധവുമായി മുന്നോട്ട് പോയിരുന്ന അമേരിക്ക കുർദുകളെ ഇറക്കി ഒരു പരീക്ഷണം നടത്താനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. അവരെ ഇറാനിലേക്ക് കയറ്റിവിടുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങളും മറ്റ് സപ്പോർട്ടുകളും ഒക്കെ കൊടുക്കുക. അപ്പോഴും അമേരിക്കക്ക് നേരിട്ട് യുദ്ധം ചെയ്യാനുള്ള ഒരു ധൈര്യമില്ല. ഇസ്രായേലിനും ഇവിടെ ഇറാനുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടിയാൽ പണി കിട്ടും എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ട്. കാരണം അവർക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അറിയുന്ന ഒരു വിവരം, ഈ കുർദുകളെ വെച്ചുള്ള സാഹസത്തിന് ഇപ്പോൾ മുതിരണ്ട എന്ന് ട്രംപ് തീരുമാനിച്ചു എന്നുള്ളതാണ്. കാരണം ഇറാനിൽ നിന്ന് കിട്ടുന്ന പണികൾ അവർ പ്രതീക്ഷിച്ചതിനേക്കാളും ഒക്കെ വലിയ രീതിയിലുള്ളതാണ്. അപ്പുറത്തുള്ള അടിയാണ് കിട്ടുന്നത്. ഇങ്ങനെ അപ്പുറത്തുള്ള അടി കിട്ടുമ്പോൾ കുർദുകളെ വെച്ചൊരു പരീക്ഷണം നടത്തിയാൽ അവരെ കൂടെ കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കുന്നതിന് തുല്യമാകും, അല്ലെങ്കിൽ അവർക്ക് നല്ല പണി കിട്ടും. തൽക്കാലം ഇപ്പോൾ നിൽക്കണ്ട, ആ പരിപാടിക്ക് പോകേണ്ട എന്ന് ട്രംപ് തീരുമാനിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുർദ് നേതാക്കന്മാരൊക്കെ ഞങ്ങൾ കരയുദ്ധത്തിന് തയ്യാറാണ്, ഭരണം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്തുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഇത്തരത്തിലുള്ള ചില വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കരയുദ്ധത്തിന് വന്നു നോക്ക് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇവിടെ വെനസ്വലയല്ല ഇറാൻ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം. എന്തായാലും തൽക്കാലം കരയുദ്ധത്തിന് പോകണ്ട, കരയുദ്ധത്തിന് ഇറങ്ങിയാൽ കര പിടിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ട്രംപിന് ഉണ്ടായിരിക്കുന്നു. നല്ല കാര്യം. ഇങ്ങനെ എല്ലാ കാര്യത്തിലും തിരിച്ചറിവ് ഉണ്ടായാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. ഇനിയെങ്കിലും തിരിച്ചറിവ് കൊടുക്കട്ടെ. കാരണം യുദ്ധം എന്ന് പറഞ്ഞാൽ അതാരും വിജയിക്കുന്നില്ല, ഇരു വിഭാഗത്തിലുള്ള ആളുകൾക്കും നഷ്ടമാണ് സമ്മാനിക്കുന്നത്. മാത്രമല്ല ചുറ്റുവട്ടത്തുള്ള മറ്റുള്ള ആളുകൾക്ക് കൂടെ സ്വൈരത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് യുദ്ധം സൃഷ്ടിക്കുന്നത്. അപ്പൊ ട്രംപിന് തിരിച്ചറിവ് ഉണ്ടാകട്ടെ. ഇനിയെങ്കിലും ഇങ്ങനെ പണി കിട്ടിയാലെങ്കിലും ഇത്തരത്തിലുള്ള പരിപാടി ഭാവിയിൽ ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ, അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഇസ്രായേലിനൊക്കെ ഒരു തിരിച്ചറിവ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം അവിടെയും നിരപരാധികളായിട്ടുള്ള ഒരുപാട് സാധാരണക്കാരുണ്ട്. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് താല്പര്യമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവിടെയും നിരവധി ആളുകൾ കൊല്ലപ്പെടുകയാണ് ഓരോ ദിവസവും. നിരവധി പ്രമുഖരായിട്ടുള്ള ആളുകൾ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. നമുക്കത് പൂർണ്ണമായി അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അതിന്റെ കൃത്യമായ വിവരങ്ങൾ ഇസ്രായേൽ തന്നെ പുറത്ത് വിടാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. അവരുടെ ആണവ ശാസ്ത്രജ്ഞന്മാരൊക്കെ നിരവധി ആളുകൾ ഇതിനോടൊക്കെ പരലോകത്തേക്ക് പോയി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ ഇവിടെ വ്യോമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അങ്ങനെ നിരവധി ആളുകൾ, നിരവധി സൈന്യത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ, അതുപോലെ തന്നെ 500-ലധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ള ഔദ്യോഗിക കണക്കൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്നാലും ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അമേരിക്ക കുർദുകളെ വെച്ചുള്ള നീക്കം അവർ വേണ്ടെന്ന് വെച്ചു. അതായത് ഇറാന്റെ തിരിച്ചടി ഭയന്നുകൊണ്ടാണ് അങ്ങനെ വേണ്ടെന്ന് വെച്ചത് എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഹിസ്ബുള്ളയുടെ പക്കൽ നിന്ന് നല്ല പണി ചോദിച്ചു വാങ്ങി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇവിടെ ഹൈഫയിലേക്കും അതുപോലെ തന്നെ കിര്യത്ത് ഷിമോണയിലേക്കും നെഹരിയയിലേക്കും ഒക്കെ ഹിസ്ബുള്ള വലിയ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രോൺ ആക്രമണങ്ങൾ, അതുപോലെ തന്നെ മിസൈൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ഇസ്രായേൽ സൈനികർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ ഹിസ്ബുള്ളയുടെ അവരുടെ സൈന്യത്തിന്റെ വേഷം ധരിച്ച് ഇസ്രായേൽ സൈനികർ ഹിസ്ബുള്ളയെ ഒന്ന് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ ഇറങ്ങി പുറപ്പെട്ട ആളുകൾ അത് ഇസ്രായേലിന്റെ ആളുകൾ തന്നെയാണെന്ന് മനസ്സിലാക്കിയ ഹിസ്ബുള്ള അവരെ തടവിലാക്കി എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല 8ഓളം ഇസ്രായേൽ സൈനികരെ വകവരുത്തി എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അത്ര ശക്തമായ തിരിച്ചടികൾ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ കയറി ഹിസ്ബുള്ളയെ മാന്തിയതാണ്, വെറുതെ കയറി ചൊറിഞ്ഞതാണ്. ഹിസ്ബുള്ള ഇവിടെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് നാളുകളായി ഇസ്രായേലിനെ ആക്രമിക്കാൻ അവർ വരാറില്ല. എന്നാൽ ഇടക്കിടക്ക് കയറി ഹിസ്ബുള്ളയെ ഇസ്രായേൽ അങ്ങോട്ട് ആക്രമിക്കും. അവരിതാ അവിടെ ബോംബുണ്ടാക്കുന്നു, അവരിതാ അവിടെ ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞാണ് ഇസ്രായേൽ ആക്രമിച്ചിരുന്നത്. ഏറ്റവും അവസാനം ഹിസ്ബുള്ളക്ക് നിവൃത്തിയില്ല, ഇസ്രായേലിനെ ആക്രമിച്ച് മതിയാകൂ എന്നൊരവസ്ഥയിലേക്ക് അവർ പോയി. ഇപ്പോൾ വടക്കൻ ഇസ്രായേലിന്റെ ഒക്കെ കനത്ത ആക്രമണങ്ങൾ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ യുദ്ധം വേണ്ടായിരുന്നു എന്നൊരു തോന്നലിലേക്ക് അമേരിക്കയും ഇസ്രായേലും പോയി എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേരിക്ക കുർദുകളെ വെച്ചുള്ള നീക്കം വേണ്ടെന്ന് വെച്ചത് ഒരു പക്ഷേ ഇസ്രായേലിനെ ഹിസ്ബുള്ളയിൽ നിന്ന് കിട്ടുന്ന ഈ തിരിച്ചടി കണ്ടതുകൊണ്ടായിരിക്കാം.
എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇറാന്റെ മിസൈലിന്റെ ചൂട് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാനായി എന്ന് തന്നെയാണ് ഈ സാഹചര്യത്തിൽ പുറത്തു വരുന്ന വാർത്തകൾ.